മോളെ, നീ ആലോചിച്ച് തന്നെയാണോ അവിടെ ജോലിക്ക് പോകുന്നത്? അലമാരയുടെ മങ്ങിയ കണ്ണാടിയിൽ നോക്കി കൺമഷി എഴുതിയായിരുന്നു ഇഷാനി. പോകാതെ പിന്നെ എന്ത് ചെയ്യും? അച്ഛൻ എനിക്ക് തന്നിട്ട് പോയത് വിദ്യാഭ്യാസവും ഇട്ടുകൊണ്ടാനുള്ള കടവുമാണ്. അതിൽ വിദ്യാഭ്യാസം കൊണ്ട് പറ്റാവുന്ന ചെയ്യണം. വേദയുടെ പഠനം പൂർത്തിയാക്കണ്ടേ? വേറെ വഴിയൊന്നും കാണാനില്ല. മൂർത്തി സാറിന്റെ കാറ് നിയന്ത്രണം വിട്ട് ഇടിക്കാമെന്ന ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കയ്യിലും കാലും ലേശം തൊലി നീങ്ങി അല്പം വേദനിച്ചു. എന്നാലും ജോലി കിട്ടിയല്ലോ. ഗവൺമെന്റ് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആവശ്യങ്ങൾക്കൊന്നും തികയില്ല. സർട്ടിഫിക്കറ്റുകൾ അടക്കി വെച്ചിട്ടൊന്നും കിട്ടാനില്ല. അക്കൗണ്ടിനെങ്കിൽ അക്കൗണ്ടിന്റെ പോവുക തന്നെ. അച്ഛനെ പറഞ്ഞ് ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കണം അമ്മയുടെ മുഖത്തെ മാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് നീണ്ട ഇടതൂർന്ന മുടി പിന്നിയിട്ടത്. കണ്ണാടിയിൽ പറ്റിപ്പിടിച്ചിരുന്ന കുഞ്ഞു ചുവന്ന പൊട്ടെടുത്ത് നെറ്റിയിൽ തൊട്ടവൾ. ഇള റോസ് നിറത്തിലുള്ള കോട്ടന്റെ ചുരിദാറാണ് അവളുടെ വേഷം. ഒതുങ്ങിയ ശരീരം, നീണ്ട മൂക്ക്, പീലി നിറഞ്ഞ വിടർന്ന കണ്ണുകൾ. ആര് കണ്ടാലും ഒന്നുകൂടി നോക്കി പോകുന്ന സൗന്ദര്യം. ഇഷാനി ചന്ദ്രശേഖർ. ചന്ദ്രശേഖറിന്റെയും രാജിയുടെയും 2 മക്കളിൽ മൂത്തവളാണ് ഇഷാനി ചന്ദ്രശേഖർ. PG കഴിഞ്ഞ് 3 വർഷമായി ജോലിക്ക് ശ്രമിക്കുന്നു. കവലയിൽ പലചരക്കട നടത്തിവരികയായിരുന്ന ചന്ദ്രശേഖർ അപ്രതീക്ഷിതമായിട്ടാണ് മരണം അയാളെ തട്ടിയെടുത്ത്. സ്വന്തം കാര്യത്തെക്കാൾ പാർട്ടിയെയും നാട്ടുകാരെയും സ്നേഹിച്ച ചന്ദ്രശേഖരന്റെ അപ്രതീക്ഷിതമായ മരണം കുടുംബത്തെ തെല്ലൊന്നുമല്ല ബാധിച്ചത്. ചന്ദ്രശേഖരന്റെ അമ്മയടക്കം 4 പേരുടെ നിത്യചെലവ് നടന്നു പോകുന്നത് ഇഷാനി ട്യൂട്ടോറിയൽ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോകുന്നതുകൊണ്ടാണ്. അനിയത്തി ശ്രീവേദ എഞ്ചിനീയറിംഗ് ആദ്യ വർഷം പഠിക്കുകയാണ്. കഴിക്കാൻ കൊണ്ടുപോകുന്നുണ്ടോ? അത്ര താല്പര്യമില്ലാത്തവളെ ചോദിച്ചു രാജി. വേണ്ട. ഒറ്റവാക്കിൽ മറുപടി ഒതുക്കി ടേബിളിരിക്കുന്ന ഫയൽ എടുത്ത് ഒന്നുകൂടി മറിച്ചു നോക്കി ഷോൾഡർ ബാഗ് എടുത്ത് തോളിലിട്ടു. ആ റൂമിൽ നിന്നിറങ്ങി ഇടനാഴിയിലൂടെ പൂജാമുറിയിലേക്ക് നടന്നു. ബാഗും ഫയലും കസേരയിൽ വെച്ചിട്ട് പൂജാമുറിയിൽ കയറി ഇഷ്ടദൈവത്തിനു മുമ്പിൽ കൈകൂപ്പി കണ്ണുകൾ അടച്ചു. കൃഷ്ണ ഗുരുവായൂരപ്പ, പുതിയൊരു തുടക്കാണ്. കാലിടറാതെ അവിടുന്ന് കാത്തുകൊള്ളണേ. പ്രാർത്ഥന പൂർത്തിയാക്കി തട്ടിൽ നിന്ന് ചന്ദനത്തിൽ നൽപ്പ് അണിവരിൽ തൊട്ടെടുത്ത് നെറ്റിയിൽ വരച്ചു. ചന്ദനത്തിന്റെ കുളിർമ നെറ്റിയിലേക്കും അതുപോലെ തന്നെ മനസ്സിലേക്കും പടർന്നു അവളുടെ. പൂജാമുറിയിൽ നിന്നിറങ്ങി ചുമരിൽ തൂക്കിയിരിക്കുന്ന അച്ഛന്റെ ഫോട്ടോയിലും നോക്കി മൗനമായ ഒരു നിമിഷം. ചേച്ചി ഇറങ്ങാറായോ? 10 മിനിറ്റ് എന്താ ഞാനും കൂടി ഉണ്ട്. എതിർവശത്തുള്ള റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ശ്രീവേദ. ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ, വയ്യ ശരിയാവില്ല. ചേച്ചിക്ക് നേരത്തെ പോകണം. ശ്രീകുട്ടി അടുത്ത ദിവസം വന്നാൽ മതി. ചേച്ചി പോയിട്ട് വരാം കേട്ടോ. അനിയത്തിയുടെ കവിളിലും തട്ടിയിട്ട് പുഞ്ചിരിയോടെ പറഞ്ഞു ഇഷാനി. ഇടനാഴിയിലൂടെ പൂമുഖത്തേക്ക് നടക്കുന്നവരുടെ പിന്നാലെ ചെന്നു രാജിയും ശ്രീകുട്ടിയും. പടിപ്പുര കിടന്ന് അച്ഛമ്മ വരുന്ന കണ്ടപ്പോൾ ഇഷാനിയുടെ മുഖം വിടർന്നു. അച്ഛമ്മക്കുട്ടി ഭഗവാനോട് പറഞ്ഞു കൊച്ചുമകള് ജോലിക്ക് വന്ന കാര്യം. ഭഗവാനോട് കടം പറഞ്ഞു കാണല്ലോ വഴിപാടുകൾ നടത്താനുള്ള ചാർത്ത്. തമാശയോടെ ചോദിച്ച് ഇഷാനി പടിക്കെട്ടുകൾ ഇറങ്ങി. നിനക്ക് വേണ്ടി വഴിപാടുകൾ കഴിക്കാൻ അച്ഛമ്മ ആരോടും കടം പറയാറില്ല കുട്ടിയെ. തികച്ചും നിർവികാരമായ മറുപടി. സോറി അച്ഛമ്മേ, അച്ചാച്ചൻ അവിടുന്ന് അച്ഛമ്മക്ക് വട്ടച്ചെലവുള്ള പണം അയച്ചിരുന്നുണ്ടല്ലോ അല്ലേ? പറയുന്നതിനോടൊപ്പം വീടിന് തെക്ക് ഭാഗത്ത് അസ്ഥിത്തറയിലേക്ക് നീണ്ടവളുടെ കണ്ണുകൾ. ഒരു കുളിർക്കാറ്റ് തന്നെ വന്ന് പൊതിയുന്ന പോലെ തോന്നിയവൾക്ക്. ആ കാറ്റിന് അച്ചാച്ചന്റെ ദേഹത്തുനിന്ന് വരുന്ന തൈലത്തിന്റെയും കുഴമ്പിന്റെയും മണമാണെന്ന് അറിഞ്ഞവൾ. എന്റെ കുട്ടി നന്നായി വരും. ഇളച്ചീനില പ്രസാദം അവളുടെ നെറ്റിയിൽ തൊട്ടെടുത്തുകൊണ്ട് അച്ഛമ്മ പറഞ്ഞു. പോയിട്ട് വരാട്ടോ. അച്ഛമ്മയുടെ നെറ്റിൽ ഒരു ചുമരം നൽകിക്കൊണ്ട് ഇഷാനി പറഞ്ഞു. മുറ്റം കടന്ന് പടിപ്പുരയിലേക്ക് കയറുമ്പോഴേക്കും ബുള്ളറ്റിന്റെ കാതടിപ്പിക്കുന്ന ശബ്ദം കേട്ട് ഇഷാനിയുടെ മുഖം മാറി. ഇവൻ എന്തിനുള്ള പുറപ്പാടാ? അച്ഛമ്മ പിറുവിറിക്കുന്ന വ്യക്തമായി കേട്ടു ഇഷാനി. പടിപ്പുരയിൽ നിന്ന് കുറച്ച് മാറി മണ്ണിട്ട് നികത്തിയ ചെറിയ റോഡുണ്ട്. മുറ്റത്തേക്ക് വാഹനങ്ങൾ വരാം. ബുള്ളറ്റ് ഒന്നുകൂടി റേസ് ചെയ്യിപ്പിച്ച് ഭദ്രൻ നിർത്തി. അവന് നോട്ട് ഇഷാനിയിൽ തറഞ്ഞിരുന്നു. കറുത്ത ഷർട്ടും വെള്ളയിൽ കറുപ്പ് കരയുള്ള മുണ്ടുമാണ് വേഷം. 6 അടി ഉയരം, ഒത്ത ശരീരം, ആജ്ഞ നിറയുന്ന കണ്ണുകൾ, വലതുകൈയിൽ സ്വർണത്തിന്റെ കട്ടിയുള്ള ഇടിവള, ഇടത് കൈത്തണ്ടയിൽ വില കൂടിയ വാച്ച്. മുണ്ടും മടക്കി കുത്തി രോമാവൃതമായ തുട കാണിച്ചുകൊണ്ടുള്ള അവന്റെ ഇരിപ്പ് തന്നെ അവളിൽ അറപ്പുളവാക്കി. കാലൊന്ന് വീശി ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങിയവൻ. തമ്പുരാട്ടി കെട്ടിയൊരുങ്ങി ആരെ കാണിക്കാനാ പോകുന്നത്? ദാഷ്ട്യം നിറഞ്ഞ ആ ചോദ്യം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവൾക്ക്. മധുരേട്ടാ, തർക്കിച്ചിൽ കാണാൻ സമയമില്ല. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാവല്ലോ അല്ലേ? പൂമത്തിൽ നിന്ന് അമ്മയെ ദയിപ്പിക്കുന്ന തരത്തിലൊന്ന് നോക്കി ഇഷാനി. നീ എന്തിനാണ് അപ്പച്ചിയെ നോക്കി പീഡിപ്പിക്കുന്നത്? നീ ജോലിക്ക് പോകുന്ന കാര്യം ഞാൻ അറിയില്ലെന്ന് കരുതിയോ? ഈ വീട് ഒരു ഏലാനെങ്കിൽ ആ വലിയ വീട്ടിൽ ഭദ്രൻ അറിയും. കണ്ട നസ്രാണികളുടെ ഓഫീസിൽ ജോലിക്ക് പോയാൽ നിനക്ക് പറ്റൂ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഫിനാൻസിൽ വന്നിരിക്കാൻ? അത് പറ്റില്ല അവൾക്ക്. ഊര് തണ്ടാൻ ഒക്കില്ലല്ലോ. എനിക്ക് സാധ്യമല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു ഭദ്രയായിട്ട് ഉദ്ദേശിക്കാൻ നടക്കില്ലെന്ന്. മുറപ്പെണ്ണാണെന്ന അധികാരം എന്റെ അടുത്ത് കാണിക്കണ്ട. എനിക്ക് അറിവില്ലാത്ത പ്രായത്തിൽ അമ്മ തന്ന വാക്ക്. അതിനപ്പുറത്തേക്ക് ആ ബന്ധം ഒരു തരത്തിലും വളർന്നിട്ടില്ല എന്റെ മനസ്സിൽ. ഇനിയും അതും പറഞ്ഞ എന്റെ പിന്നാലെ വരണ്ട. എനിക്ക് എന്റെ വഴി. പറഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയവളെ ഇടതയിൽ പിടിച്ചു ഭദ്രൻ. നീ അങ്ങനെ അങ്ങ് പോയാലോ? ഭദ്രൻ നിന്നെ മനസ്സിൽ കൂടിയിരുത്തിയിട്ടുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ എനിക്കറിയാം. അവന്റെ കൈ കുതിരി എറിഞ്ഞവൾ അവളുടെ കണ്ണുകളിൽ നിന്ന് അഗ്നി പാറി. ഇഷാനിയുടെ ഭാവം കണ്ടപ്പോൾ രാജി വേഗം പൂമുഖത്തുനിന്ന് ഓടിയിറങ്ങി അവരുടെ അടുത്തേക്ക് വന്നു. ഭദ്ര മോനെ വേണ്ട. ഇഷാനിയെ തല വലത് കൈ ഉയർത്തിയ ഭദ്രന്റെ ഇടക്കേറി പറഞ്ഞവർ. എന്റെ ദേഹത്തെങ്ങാൻ തൊട്ടാൽ താൻ വിവരം അറിയും. അപ്പച്ചിയും മോനും കൂടി വല്ലാതെ മനക്കോട്ട കെട്ടണ്ട.
എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇരുവരെയും താക്കീതോടെ നോക്കിയിട്ട് വേഗത്തിൽ പടിപ്പുരതുക്കുകൾ ഇറങ്ങി ഇടവഴിയിലൂടെ നടന്നവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ പുറം കൈകൊണ്ട് വാശിയോടെ തുടച്ചുകൊണ്ട് കണ്ട അവിടെ അഹങ്കാരം നിങ്ങളാവളിങ്ങനെ ആക്കി തീർക്കുന്നത് അച്ഛമ്മയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഭദ്രൻ. എന്റെ മുറ്റത്ത് കയറി വന്ന് എന്നോട് കൈ ചൂണ്ടി സംസാരിക്കാൻ മാത്രം വളർന്നോ വലിയ വീട്ടിൽ ഭദ്രൻ? ഓ നക്കി തുപ്പാൻ നാലെണ്ണ കയ്യിലില്ലെങ്കിലും അഹങ്കാരത്തിന് ഒട്ടും പിന്നിലല്ലോ മുല്ലക്കൽ സത്യവതി തമ്പുരാട്ടി. കൊച്ചുമകൾക്കും ആ ഗുണം തന്നെയാ കിട്ടിയിരിക്കുന്നത്. നാലെണ്ണ കയ്യിലില്ലെങ്കിലും മുല്ലക്കലുള്ളവരാരും നിന്റെ മുറ്റത്ത് വരില്ല ചോദിച്ചുകൊണ്ട് മുണ്ട് മുറുക്കിയെടുത്ത് പട്ടിണി കിടന്നാലും വേണ്ടില്ല. ഭദ്രന്റെ മുന്നിൽ തോൽക്കാൻ മനസ്സിലാത്ത പോലെ പറഞ്ഞവർ. ആവേശം നല്ലതാ, പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മകൻ പോയിട്ട് അധികമായിട്ടില്ലല്ലോ. അതുകൊണ്ടാ ഇതുവരെ പറയാതിരുന്നത്. ഇനിയും പറയാതിരുന്നാ ശരിയാവില്ല. വലിയ വീമ്പ് പറയുന്നുണ്ടല്ലോ മുല്ലക്കൽ സത്യവതി അമ്മ. ഈ തറവാട് വീടിന്റെ ആധാരം എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? സത്യവതിയുടെ നെറ്റി വിളിഞ്ഞു. അവരുടെ നോട്ടം മരുമകളിലേക്കായി. രാജിയുടെ തലകുനിഞ്ഞു. എന്തിനാ അപ്പച്ചിയെ നോക്കി പേടിപ്പിക്കുന്നത്? ഞാൻ പറയാം. അന്ന് പാർട്ടിയിൽ നടന്ന വെട്ടുകേസിൽ നിങ്ങളുടെ മകൻ പ്രതിയായത് ഓർമ്മയുണ്ടോ? മറക്കാൻ വഴിയില്ലല്ലോ അല്ലേ? അന്ന് ഇലക്കും മുള്ളിനും കേടില്ലാതെ മകനെ പുറത്തിറക്കിയത് ലക്ഷങ്ങൾ വാരിയെറിട്ടാ. ഒന്നും കാണാതെയല്ല വലിയ വീട്ടിൽ ഭദ്രനായി ചെയ്ത് ആധാരന്റെ പെട്ടിയിലായിരിക്കുന്നത്. കൊച്ചുമകളോട് വ്യക്തമായി പറഞ്ഞോ, ഇല്ലെങ്കിൽ കൂടും കുടുക്കിയെടുത്ത് പുറത്തിടും ഞാൻ. ഇവിടെ ഓരോ ആവശ്യങ്ങൾക്കും നിങ്ങളുടെ മകൻ പണം ചോദിക്കുമ്പോ കൊടുത്തിരുന്നത് അവളെ കണ്ടിട്ട് തന്നെയായിരുന്നു. വരുന്ന ചിങ്ങത്തിൽ എനിക്ക് അവളെ കെട്ടിച്ച് തന്നില്ലെങ്കിൽ ഇറങ്ങാൻ തയ്യാറായിക്കോ അച്ഛമ്മയും മക്കളും. വിരൽ ചൂണ്ടി അത്രയും പറഞ്ഞ് ഭദ്രൻ തിരിഞ്ഞടന്ന് തന്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി. ഇത്രയ്ക്കും വലിയൊരു ചതി എന്തിനാ ചെയ്ത്? എന്നൊരു വാക്ക് പോലും പറയാതെ. നെഞ്ചിനുള്ളിൽ വല്ലാത്തൊരു പിടപ്പ് തോന്നി സത്യവതി നമുക്ക്. കൊളുത്തി പിടിക്കുന്ന പോലെ വേദനയും വല നെഞ്ചിന് താഴെ അമർത്തി പിടിച്ചവർ. എന്തു പറ്റി അമ്മേ? ആകെ വീർക്കുന്നുണ്ടല്ലോ. രാജീവ് അപ്രാളത്തോടെ അവരുടെ അടുത്തേക്ക് ചെന്നു. തൊട്ടു പോര് തന്നെ. കണ്ണുകൾ വേദന കൊണ്ട് ചുവന്ന് ചുരുങ്ങിയവരുടെ. എന്താ അച്ഛമ്മേ? തളർച്ചയോടെ പടികൾ കയറുന്ന അച്ഛമ്മയുടെ കയ്യിൽ പിടിച്ചു ശ്രീകുട്ടി. കോളേജിൽ പോവാൻ നോക്കും മോളെ, ബസ് പോവും. അച്ഛമ്മയ്ക്ക് ഒന്നും ഇല്ലാട്ടോ, കുട്ടി പോയിട്ട് വാ. സംശയിച്ചിരിക്കുന്ന ശ്രീകുട്ടിയുടെ നെറുകിലും തലോടി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നവർ. അമ്മേ, അച്ഛമ്മയ്ക്ക് എന്തോ വയ്യായിക്കൊണ്ട് തോന്നുന്നു, ഹോസ്പിറ്റൽ പോണോ? നീ ഇപ്പൊ കോളേജിൽ പോവാൻ നോക്ക്, നേരം കളയാതെ. ധൃതി പിടിച്ച് അകത്തേക്ക് കയറിപ്പോന്ന് അമ്മയെ നോക്കി പിറുവിരുത്തുകൊണ്ട് വേഗം ഒരുക്കം പൂർത്തിയാക്കി ബാഗ് എടുത്ത് ഓടിയവൾ. നിങ്ങളുടെ താന്തോന്നിയായിട്ട് നടക്കുന്ന മോനുണ്ടല്ലോ, ഇന്നലെ ബാറിൽ വെച്ച് അടിയുണ്ടാക്കി. എന്റെ ജോക്കൂട്ടൻ ചെന്നാ കോംപ്രമൈസ് ആയി കൊണ്ടുവന്ന്. ചെലവ് 60,000 രൂപ. ഇങ്ങനെ പോയ കാഞ്ഞിരമറ്റത്തിലെ സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടേണ്ടി വരും. മകനെ ഒന്ന് വിളിച്ച് ഉപദേശിക്ക്. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ വട്ടാശ്ശേരി അച്ഛനോടൊന്ന് പറ, അവനൊന്ന് ഉപദേശിക്കാൻ. അച്ഛനാവുമ്പോ ഒരു മയത്തിലൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചോളും. ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടക്ക് തങ്കച്ചിയുടെ പതിവ് പല്ലവി ഗൗനിച്ചില്ല പ്ലാന്റർക്ക് അറിയാച്ചൻ. എന്താ മനുഷ്യ, നിങ്ങളുടെ വായിൽ എന്നാ പഴാണോ? ദേഷ്യം വന്ന് തങ്കച്ചിക്ക്. നീ ഒന്ന് അടങ്ങടി, നിനക്കറിയാലോ മറിയ പോയതിന്റെ സംഘടിതരോ മാറിയിട്ടില്ല അവന്. കൊല്ലം 10-12 അമ്മ മരിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല അവൻ ഇതുവരെ. അവനെ കുറ്റം പറയാനൊക്കത്തില്ല. അവളുടെ ബോഡിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്റെ മോൻ ആശ്വസിച്ചേനെ. മാത്രമല്ല, നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നും അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവന്റെ അമ്മ നമ്മുടെ ബന്ധം അറിഞ്ഞിട്ടാണല്ലോ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഈ പെന്നാത്തിന് അതൊക്കെ പറയുന്നത് കൊക്കയിൽ നിന്ന് കണ്ടെടുത്ത് നിങ്ങളുടെ പെണ്ണുപിള്ളയുടെ കാർ തന്നെയല്ലേ? ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോ ബോഡിയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസുകാരെ എഴുതി തള്ളുകയും ചെയ്തു. അതിന്റെ സങ്കടം എന്ന് പറഞ്ഞ് കുറെ ആയിട്ട് സഹിക്കുന്നു. എന്നോട് അവന് കരിയാ, ചീറ്റപ്പുലിയെ പോലെ ചാടിക്കേറും. എന്നതായാലും അവന്റെ കുഞ്ഞമ്മയല്ലേ ഞാൻ. എന്റെ കുഞ്ഞമ്മയോ? നിങ്ങളോ? ആ പേരല്ല നിങ്ങൾക്ക് ചേർന്നത്. എന്റെ അപ്പനെ കണ്ണും കൈയും കാണിച്ച് വല വീശി പിടിച്ച തേവിടിശി, ആ പേരാ നിങ്ങൾ കൂടുതൽ ചേരുന്നത്. മുൻവശത്തെ വലിയ കട്ടിയുള്ള ഇരു കൈകളും പിടിച്ച് ആടിക്കൊണ്ട് നിൽക്കുന്നവനെ തിരിഞ്ഞു നോക്കി തങ്കച്ചി. കാലുകൾ നിലത്തുറക്കുന്നില്ല അവന്റെ. മാത്രമല്ല, വെള്ളച്ചുപയും മുണ്ടും മണ്ണ് പറ്റിയിരിക്കുന്നു. അവന്റെ ആട്ടത്തിനനുസരിച്ച് കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണക്കൊന്ത വായുവിലാടി. തല മുന്നോട്ട് അല്പം കുനിച്ചാണ് അവൻ നിൽക്കുന്നത്. തികച്ചും പരിഹാസത്തോടെയുള്ള സംസാരം അവരുടെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. സേവി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അപ്പൻ മുന്നിലേക്ക് കയറിയുന്നു. ഓ, ഉറങ്ങിയില്ലായിരുന്നോ? തിരുമോന്ത കാണ്ടില്ലോന്ന് എഴുതിയാ ഇത്ര വൈകി വന്ന് പുച്ഛത്തോടെ പറഞ്ഞവൻ. മോനെ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അമ്മയോ ഒത്തിരി നിന്റെ ജീവിതം നശിപ്പിക്കരുത്. മരിച്ചുപോയവരാരും തിരിച്ചു വന്നിട്ടില്ല. എല്ലാം മറക്കാൻ ശ്രമിക്കണം. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. എന്റെ അമ്മ മരിച്ചു പോയിട്ടില്ല. ഞാൻ വിശ്വസിക്കാൻ നിങ്ങൾ പറഞ്ഞോക്കെ. എന്റെ അമ്മയുടെ ബോഡി കൊണ്ടുവാ, അല്ലെങ്കിൽ മരിച്ചുപോയി എന്നതിന് എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവാ. എന്താ ഞാൻ വിശ്വസിക്കാം? ഇവരൊരുത്തിയാ എന്റെ അമ്മ ഇവിടുന്ന് പോകാനുള്ള കാരണം. എന്റെ അമ്മയുടെ സ്ഥാനം തട്ടിയെടുത്ത ദുഷ്ടയായ സ്ത്രീ. നിങ്ങളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. സമാധാനം തരില്ല നിൽക്കാം. അകത്തേക്ക് കയറി തങ്കച്ചിയെ നോക്കി വറുതേന്റെ ചൂണ്ടുവിരലാട്ടിക്കൊണ്ട് പറഞ്ഞു സേവ്യർ കാഞ്ഞിരമറ്റത്തിൽ. പ്രിയപ്പെട്ടവർക്ക് അവൻ സേവിച്ചനാണ്. അപ്പന് മുടിയനായ പുത്രൻ സേവി. ആടി ആടിക്കൊണ്ട് ആ വലിയ വീടിന്റെ സ്റ്റെയർ കയറി അവൻ. തന്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നവൻ. സീറ്റ് ഔട്ടിൽ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ജോസഫ് എന്ന ജോസൂട്ടി, സേവിയുടെ ഉറ്റമിത്രം. ചെറുപ്പം മുതലുള്ള കളിക്കൂട്ടുകാരൻ, നിഴല് പോലെ കൂടെ നടക്കുന്നവൻ. ആ ജീപ്പിന്റെ താക്കോല്.
താക്കോല് നീട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞ് ജോസ് കുട്ടി. ഇന്നലെ എന്തായിരുന്നാണ് പുതിയ കാരണം? ബാറിൽ അടിയുണ്ടാക്കാൻ നിനക്ക് അവനൊന്ന് പറഞ്ഞു മനസ്സിലായിക്കൂടെ? കരിയാച്ച അവന്റെ നിനക്ക് നടന്നോട് ചോദിച്ചു. അത് ന്യായം നമ്മുടെ ഭാഗത്ത് തന്നെയാ. കുടിച്ചാ പിന്നെ വാറ്റി കിടക്കാതെ ചിലരുണ്ട്. ആരുടെയെങ്കിലും മെക്കിട്ട് കയറില്ലെങ്കിൽ സമാധാനം കിട്ടില്ല അവന്മാർക്ക്. സേവിച്ചൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് പൊക്കിയെറിഞ്ഞു. എറിഞ്ഞത് കുപ്പി വെച്ചിരിക്കുന്ന ഷെൽഫിലേക്കായിരുന്നു എന്ന് മാത്രം. നിഷ്കളങ്കം മട്ടിൽ കൈമലർത്തിക്കൊണ്ടാണ് ജോസൂട്ടി പറഞ്ഞു. പിന്നെ ഒന്നും ചെയ്തില്ല പോലും. രൂപ 60,000 കണ്ണടച്ചവർക്ക് നേരെ കൊണ്ട് പോയത്. അതൊന്നും എനിക്കറിയില്ല. താക്കോല് തിരികെ ഏൽപ്പിച്ച് ഇറങ്ങി നടന്നവൻ. പിന്നെ അവരുടെ പറച്ചിൽ കേട്ടാ തോന്നും ആങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നാണെന്ന്. കട്ടുമുണിക്കാൻ വേണ്ടി സേവിച്ചന്റെ ഓഫീസിൽ കയറിയിരിക്കുക കുടുംബത്തിലുള്ളവരെല്ലാം. പിറുപിറുത്തുകൊണ്ട് ആ വലിയ മുറ്റം കടന്ന് റോഡിലേക്ക് ഇറങ്ങി നടന്നവൻ. ബസ് ഇറങ്ങി 5 മിനിറ്റ് നടക്കാനുണ്ട് കാഞ്ഞിരമറ്റത്തിലെ ഓഫീസിലേക്ക്. വേഗത്തിൽ നടന്നു ഇഷാനി. സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. വലിയൊരു കോമ്പൗണ്ടാണ് കാഞ്ഞിരമറ്റത്തിലെ ഓഫീസിന്റേത്. 4 നിലകളോട് കൂടിയ വലിയ കെട്ടിടം. ആര് കാണാനാ? ഇഷാനി ആകെ നോക്കുന്നതിന്റെ സെക്യൂരിറ്റിയോട് ചോദിച്ചു. സർ, മൂർത്തി സാർ പറഞ്ഞിട്ട് വന്നാ? ഇടതയിലിരിക്കുന്ന ഫയൽ ഒന്നുകൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇഷാനി ഭവ്യതയോടെ പറഞ്ഞു. മൂർത്തി സാർ വന്നിട്ടില്ല, അല്പം കൂടി കഴിയും. ഫ്രണ്ട് ഓഫീസിലേക്ക് ഇരുന്നോളൂ. സെക്യൂരിറ്റി പറഞ്ഞനുസരിച്ച് ഓഫീസിലേക്കുള്ള സ്റ്റെപ്പ് കയറി ഗ്ലാസ് ഡോർ തുറന്ന് വലുതാൽ വെച്ചതിനകത്തേക്ക് കയറി ഇഷാനി. AC-യുടെ കുളിയിൽ അവളെ പൊതിഞ്ഞു. ആദ്യത്തെ ക്യാബിലിരിക്കുന്ന പെൺകുട്ടി അവളെ നോക്കി മനോഹരമായി ചിരിച്ചു. വലിയ ഇടനാഴിയാണ്. അതിന് ഇരുവശത്തുമായി പകുതി മറച്ച ഓരോ ക്യാബിനുകൾ. പലതും ഒഴിഞ്ഞു കിടക്കുന്നതാണ്. വന്നവരാവട്ടെ അവരവരുടേതായ ഓരോരോ കാര്യങ്ങളാണ്. ഓരോരുത്തർക്കും പ്രത്യേകം ജോലി ചെയ്യാനുള്ള ഇടം 4 വീതം. നേരെ ഒരു മെയിൻ ഡോർ കാണുന്നുണ്ട്. പിന്നെ വലത്തോട് തിരിഞ്ഞു പോകുന്നു. അതെ, മൂർത്തി സാർ പറഞ്ഞിട്ട് വന്നാ. ഇഷാനി ചന്ദ്രശേഖർ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു ഇഷാനി. ആ, പുതിയ അപ്പോയിന്റ്മെന്റ് ആണല്ലേ? മൂർത്തി സാർ പറഞ്ഞിരുന്നെന്ന് വരുന്നു. മേഡം ഇരുന്നോളൂ. മുന്നിൽ കിടക്കുന്ന കസേര ചൂണ്ടി ആ പെൺകുട്ടി വിനയത്തോടെയാണ് പറഞ്ഞത്. ആ കസേരയിലേക്ക് ഇരുന്നു ഇഷാനി. മനസ്സുകൊണ്ട് വീട്ടിലേക്ക് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയവൾ. അമ്മ തന്നെയാണ് ഭദ്രേട്ടനെ വിവരം അറിയിച്ചെന്ന് ഓർത്തപ്പോൾ ദേഷ്യം വന്ന അവൾക്ക്. ഓരോന്ന് ആലോചിച്ചിരുന്നു പോയവൾ. ഓരോരുത്തരായി കയറി വരുന്നുണ്ട്. ചിലരൊക്കെ അവൾ നോക്കുന്നുണ്ട്. ഒഴിഞ്ഞു കിടക്കുന്ന ക്യാബിനുകളെല്ലാം സജീവമായി. മൂർത്തി സാറിന്റെ കാറ് വരുന്നതും പാർക്ക് ചെയ്യുന്ന കണ്ട് ഇഷാനി ഇരുന്നിരുന്ന് എഴുന്നേറ്റ് ഒതുങ്ങി നിന്നു. ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് മൂർത്തി അകത്തേക്ക് വന്ന്. ഡോർ തുറന്നപ്പോൾ തന്നെ ഇഷാനിയെ കണ്ടു. ഓക്കെ, ആളെത്തിയിട്ടുണ്ട്. എല്ലാം വേണ്ട പോലെ ചെയ്യാം. സമാധാനമായിട്ടിരിക്കെ. അവനെ നന്നാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാലോ. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഫോണിലെ സംസാരം അവസാനിപ്പിച്ചിട്ട് ഇഷാനിയെ നോക്കി. ഇഷാനി, താൻ ഓക്കെ ആയില്ലേ? വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല സർ, കൈമുട്ടിൽ അല്പം തൊലി നീങ്ങിയല്ലേ ഉള്ളൂ. ഞാൻ വല്ലാതെ പേടിച്ചു പോയി. താൻ വീണപ്പോ എന്താ ഉണ്ടായതെന്ന് ഇപ്പോഴും പിടിയിട്ടില്ല. ശീതൾ, ഇതാണ് നമ്മുടെ സേവിച്ചന്റെ പുതിയ PA ഇഷാനി ചന്ദ്രശേഖർ. മൂർത്തി സാർ തന്നെ പരിചയപ്പെടുത്തി കേട്ട് നെറ്റി വിളിഞ്ഞ ഇഷാനിയുടെ അക്കൗണ്ടിന്റെ ജോലിയാണെന്ന് പറഞ്ഞിട്ട് PA എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? അല്ല സർ, അക്കൗണ്ടിന്റെ വേക്കൻസി ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോ. ഇഷാനി പൂർത്തിയാക്കുന്നതിന് മുമ്പ് വലത് കൈ ഉയർത്തി തടഞ്ഞു മൂർത്തി. സോറി ഇഷാനി, ഞാനപ്പോ പറഞ്ഞ അക്കൗണ്ടിന്റെ വേക്കൻസി തന്നെയാ. അതിന് ചില പ്രോബ്ലംസ് ഉണ്ട്. ഒന്നാമത് കറിയാച്ച മുതലാളിയുടെ സെക്കൻഡ് വൈഫിന്റെ ആംഗ്ലയാണ് ആ പോസ്റ്റിലുള്ളത്. പ്രത്യേകിച്ച് ജോലി വേക്കൻസി ഒന്നും ഈ ഓഫീസിൽ ഇല്ലായിരുന്നു. എന്നാ പിന്നെ സേവിച്ചിന്റെ PA കിട്ടുമെന്ന് കരുതി. പുള്ളിക്കാരനാണ് ഈ ഓഫീസിൽ അധികം വരാറില്ല. വന്നു കഴിഞ്ഞാൽ എല്ലാം കൃത്യമായിരിക്കണം. അല്ലെങ്കിൽ ഈ ഓഫീസ് തന്നെ തലകീഴായി വെക്കും. കാഞ്ഞ ബുദ്ധിയാ. എന്നും വരണമെന്നൊന്നുമില്ല. ഇവിടെ ഒരു ഇലാനിങ്ങിയാൽ പോലും സേവി അറിയും. അങ്ങനെയാണത്. ആൻസിയായിരുന്നു മുമ്പ് ഇതെല്ലാം നോക്കിയിരുന്നു. എന്താണെന്നറിയില്ല, ആൻസി ശരിയാവില്ല സേവി വിളിച്ചു പറഞ്ഞു. എന്തായാലും താനിന്ന് വരുമ്പോ സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി വിളിച്ചപ്പോ പറയാതിരുന്ന. അക്കൗണ്ടിനേക്കാൾ ഇരട്ടി ശമ്പളമാണ് സേവിയുടെ PA കിട്ടാൻ പോകുന്നത്. ഹാപ്പിയാലോ അല്ലേ? മൂർത്തി ചിരിച്ചുകൊണ്ടാണ് അത്രയും പറഞ്ഞു. എന്നാൽ ഇഷാനിയുടെ മൊത്തം യാതൊരു ഭാവമാറ്റവും ഇല്ലായിരുന്നു. സോറി സർ, എനിക്ക് ഓഫർ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മുതലാളിയുടെ PA എന്ന് പറഞ്ഞാൽ എപ്പോഴും അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്ന ആളായിരിക്കണം. എനിക്കതിന് കഴിഞ്ഞെന്ന് വരില്ല. ബിസിനസ് മീറ്റിങ്ങിലും മറ്റും ദൂരയാത്രയ്ക്ക് മറ്റോ പോവേണ്ടി വന്നാൽ സാധിക്കുകയില്ല. ഞാൻ തുടർന്നുകൊണ്ടിരുന്ന ഒരു ജോലിയുണ്ട്. പ്രൈവറ്റ് ട്യൂട്ടോറിയൽ ക്ലാസ് എടുക്കാൻ. വൈകിട്ട് പോകണം. വേണ്ടെന്ന് വെക്കാനും കഴിയില്ല. 2 മാസം കൂടി കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എക്സാം തുടങ്ങിയ. ഇപ്പോൾ ഒരു ടീച്ചർ മാറി വന്നാൽ ആ കുട്ടികളെ പഠനത്തെ ബാധിക്കും. സോറി സർ. വളരെ സമചിതത്തോടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഇഷാനി. വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു അവളുടെ ഉള്ളിൽ. ഇഷാനി, താൻ കരുതുന്ന പോലെയൊന്നുമില്ല. തനിക്ക് കൃത്യസമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങാം. എല്ലാ ഫയലുകളും സേവിയുടെ ടേബിളിൽ എത്തുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യണം. എല്ലായിടത്തും ഒരു കണ്ണുണ്ടാവണം. ഇന്നിനി വരുന്നുണ്ടാവില്ല. ഓഫീസിലേക്ക് വരുന്ന ദിവസം കൃത്യം 9 മണിക്ക് എത്തും. താൻ പേടിക്കണ്ട, ഞാനുണ്ട് ഇവിടെ. എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ ക്ലിയർ ചെയ്ത് തരാം. മൂർത്തി സാർ പറയുന്ന കേട്ടപ്പോൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഇഷാനി. ആ ഒരു സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് ശീതൾ പുഞ്ചിരിയോടെ നിന്നു. ആൻസി മേഡത്തിന്റെ ചാടേനി കാണണ്ടല്ലോ. അതായിരുന്നു അവളുടെ ഉള്ളിൽ. ശീതൾ, അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൺഫേം ചെയ്തോളൂ. വിത്ത് മൈ സ്പെഷ്യൽ ഓർഡർ. കറിയാച്ച മുതലാളി വരുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം. ആൻസി വന്നാൽ എന്റെ ക്യാബിലേക്ക് വരാൻ പറയും. ഇഷാനി, കം വിത്ത് മീ. മൂർത്തി സാറിന്റെ പിന്നാലെ അടക്കുമ്പോൾ ഇഷാനിക്ക് വല്ലായ്മ തോന്നി. ആഗ്രഹിക്കാത്ത അംഗീകാരം ലഭിച്ചതിൽ സന്തോഷം തോന്നിയില്ല. എന്തോ ഒരു ഭയം തന്നെ പൊതിയുന്ന പോലെ. മൂർത്തി സാറിന് പിന്നാലെ നടന്നു പോകുന്ന പെൺകുട്ടിയിലായിരുന്നു മറ്റുള്ളവരുടെ ശ്രദ്ധ. എല്ലാവരും എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. മൂർത്തി സാറിന് ആ ഓഫീസിലുള്ള സ്ഥാനം എത്ര വലുതാണെന്ന് മനസ്സിലായി അവൾക്ക്. നേരെ കാണുന്ന റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി മൂർത്തി. പിന്നാലെ ഇഷാനിയും. ആൾക്ക് പിന്നിൽ ആ വാതിലടഞ്ഞു. മാലാക പോലെ ഒരു കൊച്ചാന്നല്ലോ, ചെറുതാന്ന് കൂട്ടുവന്നിരിക്കുന്നു. എന്തായാലും ആൻസി മേഡത്തിന് ചീട്ട് കയറി. അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച സാധനത്തിന് സഹിക്കണ്ടല്ലോ. സേവി സാറ് സ്വന്തം കക്ഷത്തിലാണെന്നായിരുന്നു വിചാരം. കറിവേപ്പില പോലെ എടുത്ത് പുറത്തേക്ക് ഇട്ടപ്പോ നെകളിപ്പ് നിന്നു.
ജോബിന് അടുത്ത ക്യാബിലേക്ക് എത്തിയും കൊണ്ട് പറഞ്ഞു. താൻ വെറുതെ ഓരോന്നും പറയണ്ട. ആൻസിമയുടെ റൂട്ട് മാറ്റി പിടിച്ചപ്പോ സാറെടുത്ത് പുറത്തിട്ടു. അല്ലാതെ വേറൊന്നുമല്ല. പുറത്തെന്ത് കൂതറയാണെങ്കിലും ഓഫീസിലുള്ളവരോട് മാനിയിട്ട് ഇടപെടുന്ന ആളാണ് സേവി സാറ്. ഞാനിവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നു. ഒരു നോട്ടം കൊണ്ട് പോലും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല. പിന്നെ ജോലി അത് കൃത്യമായിട്ട് ചെയ്യണം. അത് ലിൻസി ചേച്ചിക്ക് തോന്നുന്നതാ. അറിയോ, കിഴക്കൻ പറയില്ല സെലീന, അവിടെ ആ പുള്ളിക്ക് പറ്റ്. അതറിയാത്ത ആരാ ഉള്ളത്? ജോബിൻ അടക്കത്തിൽ പറഞ്ഞപ്പോൾ ലിൻസിയുടെ മുഖം മാറി. വേണ്ടാത്ത കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണ്ട. ജോബിൻ വർക്ക് ചെയ്യാൻ നോക്ക്. താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞിട്ട് ലിൻസി തന്റെ ജോലിയിലേക്ക് കടന്നു. അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് മൂർത്തി സാർ ഇഷാനിക്ക്. ശ്രദ്ധയോടെ എല്ലാം കേട്ടിരുന്നവൾ മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് ശീതൾ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊണ്ടുവന്നു. സർ, മുതലാളി വന്നിട്ടുണ്ട്. ശരി, താൻ പോയിക്കോ. ലെറ്റർ വാങ്ങി തന്നെ സീൽ ഒപ്പുവെച്ച് മൂർത്തി സാർ അയാളുടെ മുഖത്തൊരു ചിരി വിടർന്നു. തന്റെ ലക്ഷ്യം പൂർത്തിയായതിന്റെ തനിക്ക് പിന്നിൽ ഇറങ്ങിയിരുന്ന നാടകം എന്താണെന്ന് അറിയാതിരുന്നു ഇഷാനി.